കിഡ്സ്, ഇന്ന് നമുക്ക് ജബ് മുജ്കോ സാപ്നെ കാട്ട എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മനസ്സിലാക്കാം. ചാപ്റ്റർ എക്സ്പ്ലനേഷൻ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കഹാനി കി ബാത്. നാനാ മുझे झाड़ फूंक वाले आदमी के पास क्यों ले गए? ഈ സ്റ്റോറി എഴുതിയ ആൾ ചോദിക്കുകയാണ്, നാന എന്നെ മന്ത്രം ചൊല്ലുന്ന ആളുടെ അടുത്തേക്ക് എന്തുകൊണ്ടായിരുന്നു കൊണ്ടുപോയത്? എന്തുകൊണ്ടായിരുന്നു അവർ കൊണ്ടുപോയത്? അന്നത്തെ ആളുകൾക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു. അവർ വിചാരിച്ചിരുന്നത് എന്തെങ്കിലും അസുഖം വന്നാൽ ഈ മന്ത്രം ചൊല്ലുന്ന ആളുകളുടെ അടുത്തേക്ക് കൊണ്ടുപോയാൽ അവർ അസുഖം മാറ്റിക്കൊടുക്കുമെന്നായിരുന്നു. അതുകൊണ്ടാണ് അവർ ഈ മന്ത്രം ചൊല്ലി ഓതുന്ന ആളുടെ അടുത്തേക്ക് കുട്ടിയെ കൊണ്ടുപോയത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഉൻ ദിനോം ലോഗ് അൻജാൻ വ നാ സമജ്തേ और उनका मानना था कि हर बीमारी का इलाज झाड़ फूंक वाले के पास ही होता है. അടുത്ത ക്വസ്റ്റ്യൻ, मैं बूढ़े आदमी को क्या बताना चाहता था? ഞാൻ ആ വയസ്സായ ആളിനോട് എന്താണ് പറയാൻ ആഗ്രഹിച്ചിരുന്നത്? मैं बूढ़े आदमी को बताना चाहता था कि मुझे सांप ने नहीं बर ने तंग मारा है. ഞാൻ ആ വയസ്സായ ആളിനോട് ഇതായിരുന്നു പറയാൻ ആഗ്രഹിച്ചിരുന്നത്, എന്നെ പാമ്പല്ല കടിച്ചത്, എന്നെ ബർ അതായത് കടന്നൽ കുത്തിയതാണ്. जब सांप नारियल के कोल में घुस गया तो मैंने क्या किया था? പാമ്പ് തേങ്ങയുടെ ചിരട്ടയുടെ അകത്തേക്ക് കയറിയപ്പോൾ ഞാൻ എന്തായിരുന്നു ചെയ്തത്? मैंने ऐसा क्यों किया होगा? ഞാൻ അങ്ങനെ എന്തുകൊണ്ടായിരുന്നു ചെയ്തത്? ആ കുട്ടി എന്തായിരുന്നു ചെയ്തത്? ഒരു കല്ലെടുത്തിട്ട് അതിൻ്റെ തുറന്നു കിടക്കുന്ന ഭാഗം അടിച്ചു. പാമ്പ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത്. നമുക്കെങ്ങനെ എഴുതാം? मैंने पत्थर से उसका मुंह बंद कर दिया था ताकि सांप बाहर न निकल सके. അടുത്ത ക്വസ്റ്റ്യൻ, क्या बूढ़े आदमी ने सचमुच मेरा इलाज कर दिया था? ഈ വയസ്സായ മനുഷ്യൻ എന്നെ ശരിക്കും ചികിത്സിച്ചിരുന്നോ? തും ऐसा क्यों सोचते हो? നിങ്ങൾ അങ്ങനെ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്? ആ മന്ത്രം ചൊല്ലുന്ന ആളുകളെയൊക്കെ പറ്റിക്കുകയായിരുന്നു അല്ലേ? നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? नहीं बूढ़े आदमी ने मेरा कोई इलाज नहीं किया था. ആ വയസ്സായ മനുഷ്യൻ എന്നെ ചികിത്സിച്ചിട്ടൊന്നുമില്ല. क्योंकि मुझे बर ने टंग मारा था. എന്തുകൊണ്ടെന്നാൽ എന്നെ കടന്നൽ കുത്തിയതായിരുന്നു, പാമ്പ് കടിച്ചതൊന്നുമല്ലായിരുന്നു. और थोड़ी देर में उसका दर्द अपने आप ही कम हो गया था. കുറച്ച് സമയം കൊണ്ട് തന്നെ ആ വേദന തനിയെ മാറുകയും ചെയ്തു, സുഖം പ്രാപിക്കുകയും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, മുझे असल में सांप ने नहीं काटा था. ലേഖകൻ പറയുകയാണ്, എന്നെ ശരിക്കും പാമ്പ് കടിച്ചതല്ലായിരുന്നു. फिर मैंने अपनी कहानी का नाम जब मुझको सांप ने काटा क्यों रखा है? പിന്നെ ഞാൻ എൻ്റെ ഈ സ്റ്റോറിയുടെ പേര് ജബ് മുജ്കോ സാപ് നെ കാട്ട എന്ന് എന്തുകൊണ്ടാണ് നൽകിയിരിക്കുന്നത്? തും ഇസ്സേ ഭി അച്ഛാ കോയി നാം സോച്ച് കർ ബതാവോ. നിങ്ങൾ ഇതിനേക്കാളും നല്ലൊരു പേര് കണ്ടുപിടിച്ചിട്ട് പറയൂ. നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? मैंने अपनी कहानी का नाम जब मुझको सांप ने काटा इसलिए रखा क्योंकि सभी गांव वालों को ऐसा ही लगा था कि मुझे सांप ने काटा है. എല്ലാ ഗ്രാമവാസികളും എന്തായിരുന്നു വിചാരിച്ചിരുന്നത്? ഈ ലേഖകനെ പാമ്പ് കടിച്ചതാണെന്നായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്റ്റോറിക്ക് അദ്ദേഹം ആ പേര് നൽകിയത്. സ്റ്റോറിക്ക് വേറെ ഏതൊക്കെ നിയമം നമുക്ക് കൊടുക്കാം? ജബ് മുജ്കോ ബർനെ കാട്ട എന്ന് കൊടുക്കാം, അന്ധവിശ്വാസം എന്ന് കൊടുക്കാം. ഇനി ഏതെങ്കിലും അനുയോജ്യമായ നിയമം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും എഴുതാവുന്നതാണ്. അടുത്തത് ഉയ്മ. കഹാനി മേ ലഡ്കെ കോ ബർ കാട്ട് ലേത്തി ഹെ. ഈ സ്റ്റോറിയിൽ കുട്ടിയെ ബർബർ എന്ന് പറഞ്ഞാൽ കടന്നൽ അല്ലെങ്കിൽ വേട്ടാവെളിയൻ എന്നൊക്കെ പറയും. ആ ഇൻസെക്റ്റ് കടിക്കുന്നു. ബർ കാ ടങ് ഹോത്താ ഹെ. ബറിന് എന്തുണ്ടാകും? സ്റ്റിങ് ഉണ്ടാകും. സ്റ്റിങ് എന്ന് പറഞ്ഞാൽ മുള്ളു പോലെയുള്ള ആണി പോലെയുള്ള ഒരു ചെറിയ കൊമ്പുണ്ടാകും, ഒരു ചെറിയ ഭാഗമുണ്ടാകും. അതുകൊണ്ടാണ് കുത്തുന്നത്. കുച്ച് ഓർ കീടോं का नाम लिखो जो टंग मारते हैं. ഇങ്ങനെ കുത്തുന്ന വേറെയും ഇൻസെക്ട്സിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? മച്ചർ കൊതുക്, മധുമക്കി തേനീച്ച, ബിച്ചു തേൾ, തത്തയ്യ ബറിനെ പോലെ തന്നെയുള്ള ഒരു ഇൻസെക്റ്റാണ് തത്തയ്യ. അടുത്തത് തുമാരി ബാത്. മേ ബൂഢേ കോ കുച്ച് ബതാനാ ചാത്താ താ. ഞാൻ ആ വയസ്സായ മനുഷ്യനോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചിരുന്നു. പർ ബത്താ നഹീ സക്ക, പക്ഷേ പറയാൻ കഴിഞ്ഞില്ല. ക്യാ തുമാരേ സാത്ത് ഭി കഭി ഏസാ ഹുവാ ഹെ. നിങ്ങളുടെ അടുത്തും അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ?
എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സ്വന്തമായിട്ട് എഴുതുക. നിങ്ങൾ എന്തെങ്കിലും പറയാൻ ആഗ്രഹിച്ചിട്ട് പറയാൻ കഴിയാതെ വരിക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ എഴുതാം, हाँ मेरे साथ भी ऐसा कुछ हुआ है जब मैं मम्मी को ये बताना चाहता था कि मुझे किसी ने नहीं मारा. ഞാൻ അമ്മയോട് ഇങ്ങനെ പറയാൻ ആഗ്രഹിച്ചിരുന്നു, എന്നെ ആരും അടിച്ചിട്ടില്ല. ബൽക്കി യെ ചോട്ട് മുझे खुद गिरने से लगी है. എനിക്ക് ഈ മുറിവ് ഞാൻ തനിയെ തന്നെ വീണിട്ട് പറ്റിയതാണ് എന്ന് ഞാൻ അമ്മയോട് പറയാൻ ആഗ്രഹിച്ചിരുന്നു. ലേക്കിൻ ബത്താ നഹീ സക, പക്ഷെ പറയാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കും എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് എഴുതുക. ക്യാ തുമ്നെ കഭി സാപ്പ് ദേഖാ ഹെ, നിങ്ങൾ എപ്പോഴെങ്കിലും പാമ്പിനെ കണ്ടിട്ടുണ്ടോ? തുമ്നെ സാപ്പ് കഹാ ദേഖാ, നിങ്ങൾ പാമ്പിനെ എവിടെയാണ് കണ്ടത്? അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഉസേ ദേഖർ തുമേ കേസാ ലഗാ, പാമ്പിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഫോർ എക്സാമ്പിൾ നമുക്കിങ്ങനെ എഴുതാം, ഹാ मैंने सांप देखा है. मैंने सांप हमारे बगीचे में देखा है. ഞങ്ങളുടെ പൂന്തോട്ടത്തിലാണ് കണ്ടത്. उसे देखकर मुझे बहुत डर लगा. പാമ്പിനെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം പേടി തോന്നി. अपने घर पर पूछो कि अगर किसी को सांप काट ले तो वे क्या करेंगे. നിങ്ങൾ വീട്ടിൽ ചോദിക്കുക, ആരെങ്കിലും പാമ്പ് കടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന്. എന്തായിരിക്കും ചെയ്യുക? ഉസേ തുരന്ത് അസ്പതാൽ ലേക്കർ ജായെങ്കെ, അല്ലേ, അവരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അടുത്തത് അബ് ക്യാ കരേ, തും ക്യാ കരോഗി അഗർ തുമേ യാ തുമാരെ ആസ്പാസ്, നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തോ കിസിക്കോ ബർ കാട്ടിലെ, ആരെയെങ്കിലും ബർ കടിക്കുകയാണെങ്കിൽ, അതായത് ഈ കടന്നൽ കുത്തുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? എന്ത് ചെയ്യാം? കിസി ലോഹേ കി ചീസ് കോ ഗിസ് കർ ലഗാതെ യാ ഉസ് പർ രഗഡ്തെ, എന്തെങ്കിലും ഇരുമ്പിൻ്റെ സാധനങ്ങൾ കൊണ്ട് ആ ഭാഗത്ത് ഉരയ്ക്കണം. ഇസ് ടങ് നിക്കൽ ജാത്ത ഹെ, അതുകൊണ്ട് ആ മുള്ള ഇല്ലാതാകും. യാ തുരന്ത് ഡോക്ടർ കെ പാസ് ലേ ജായെ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക്, ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. കിസിക്കോ ചോട്ട് ലഗ് ജായെ, ആർക്കെങ്കിലും മുറിവ് പറ്റിയാൽ എന്താണ് ചെയ്യുക? ഉസ് ജഗ ഡെറ്റോൾ സെ സാഫ് കർക്കെ പട്ടി കരേങ്കെ, ആ ഭാഗത്ത് ഡെറ്റോൾ ഉപയോഗിച്ച് കഴുകിയിട്ട് ബാൻഡേജ് ചെയ്യണം. ചോട്ട് സ്യാദ ഗഹരി ഹോ തോ അസ്പതാൽ ലേ ജായെങ്കെ, മുറിവ് അധികം ആഴത്തിലുള്ളതാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കിസിക്ക് ആങ്ക് മേ കുച്ച് പട് ജായെ, ആരുടെയെങ്കിലും കണ്ണിൽ എന്തെങ്കിലും പോയാൽ, ചെറിയ പ്രാണികൾ എന്തെങ്കിലും പോയാൽ എന്താണ് ചെയ്യേണ്ടത്? സാഫ് പാനി സെ ആങ്കോ അച്ചി തര ധോയെങ്കെ, നല്ല വൃത്തിയുള്ള വെള്ളം കൊണ്ട് കണ്ണ് കഴുകണം. കിസിക്ക് നാക് സെ ഖൂൻ ബഹനെ ലഗെ, ആരുടെയെങ്കിലും മൂക്കിൽ നിന്ന് ബ്ലഡ് വരികയാണെങ്കിൽ എന്താണ് ചെയ്യുക? ഉസേ സീതാ ലേട്ടാകർ ഉസ്കി നാക് പർ ടണ്ടി റുമാൽ രഖ് ദേങ്കെ, അവരെ നേരെ കിടത്തിയിട്ട് അവരുടെ മൂക്കിന് മുകളിൽ തണുത്ത ടവൽ വെക്കണം, തണുത്ത തുണി വെക്കണം. യദി ഫിർ ബി ബന്ദ് ന ഹോ തോ തുരന്ത് ഡോക്ടർ കെ പാസ് ലേ ജായെങ്കെ, എന്നിട്ട് നിൽക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. कक्षा में इन पर बातचीत करो, हो सके तो किसी नर्स या डॉक्टर को कक्षा में आमंत्रित कर बात करो. നിങ്ങൾ ക്ലാസ്സിൽ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കണം. കഴിയുമെങ്കിൽ ഡോക്ടറെയോ നഴ്സിനെയോ ക്ലാസ്സിലേക്ക് വിളിച്ചിട്ട് അതിനെ പറ്റിയിട്ട് സംസാരിക്കണം. അടുത്തത് ജറാ സോച്ചോത്തോ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാരിയൽ കെ ഘോൾ ജേസി ഓർ കോൺ സി ചീസോ മേ സാം ചിക് സക്താ താ, ഈ തേങ്ങയുടെ ചിരട്ട പോലെയുള്ള വേറെ ഏതൊക്കെ സാധനങ്ങളുടെ ഉള്ളിൽ പാമ്പിനെ ഒളിക്കാൻ കഴിയും? പാമ്പ് ഒളിഞ്ഞിരിക്കും. ഏതൊക്കെ എഴുതാം? പുരാന ടയർ, പഴയ ടയർ. കാലി ഡിബ്ബ, കാലിയായിട്ടുള്ള ഡിബ്ബകൾ. കാലി മടുക്ക, കാലിയായിട്ടുള്ള മടുക്ക എന്ന് പറഞ്ഞാൽ മൺപാത്രങ്ങൾ. ആംഗൻമേ പടേ ടൂട്ടെ ഫുട്ടെ ബർത്തൻ കിലോനെ, മുറ്റത്ത് കിടക്കുന്ന പൊട്ടിക്കിടക്കുന്ന പാത്രങ്ങളും കളിപ്പാട്ടങ്ങളും. പിന്നെ പത്തിയോങ്കി ഡേരി, ഇലകളുടെ കൂട്ടം. ഇതിലൊക്കെ പാമ്പ് ഒളിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. വ ഘോൽ അഹാത്തെ മേ കേസെ പഹുഞ്ച ഹോഗ, ആ ചിരട്ട മുറ്റത്ത് എങ്ങനെയായിരിക്കും എത്തിച്ചേർന്നിട്ടുണ്ടാവുക? ഉസ്കെ ഘർ കെ ആസ്പാസ് നാരിയൽ കാ പേട് താ, അവരുടെ വീടിൻ്റെ അടുത്ത് തെങ്ങുണ്ടായിരുന്നു. കിസിനെ നാരിയൽ നിക്കാൽ കർ ഘോൽ വഹി ഫേങ് ദിയാ ഗയാ ഹോഗ, ആരെങ്കിലും തേങ്ങ ഒഴിവാക്കി, തേങ്ങ എടുത്തിട്ട് തേങ്ങാവെള്ളമൊക്കെ എടുത്തിട്ട് അവിടെ ബാക്കി ഭാഗം അവിടെ കളഞ്ഞതായിരിക്കും. അത് ഘർ കെ ഹിസ്സെ നീച്ചെ കുച്ച് ശബ്ദ ദിയേ ഗയേ ഹെ, ഉൻ ശബ്ദോ മേ സെ കുച്ച് ശബ്ദ ഘർ സെ സംബന്ധിത് ഹെ, ഉൻ പർ ഗേര ലഗാവോ. താഴെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അവയിൽ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേർഡ്സിന് നമ്മൾ സർക്കിൾ വരയ്ക്കണം. ഏതൊക്കെ വേർഡ്സാണ് കൊടുത്തിട്ടുള്ളത്?
अहाता आंगन बरामदा जीना अटारी आला गेर सीढ़ी छत सड़क रसोई छज्जा दालान अस्तबल रहट नहर पुलिया जोहड़ टाकर टांड കമര മുണ്ടേർ. ഇവയിൽ ഏതൊക്കെയാണ് വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്? അഹാത്ത. അഹാത്ത എന്ന് പറഞ്ഞാൽ മുറ്റം, ആംഗൻ മുറ്റം, വരാന്ത വരാന്ത, സീന സ്റ്റെയർ, അട്ടാരി അട്ടാരി എന്ന് പറഞ്ഞാൽ തട്ടിൻപുറം, ആല സീഡി സീഡി എന്ന് പറഞ്ഞാൽ സ്റ്റെയർ, ഛത്ത് മേൽക്കൂര, പിന്നെ രസോയി അടുക്കള, ചജ്ജ എന്ന് പറഞ്ഞാൽ വാതിലിന് മുന്നോട്ട് ഉന്തി നിൽക്കുന്ന മേൽക്കൂരയുടെ ഭാഗം, ദാലാൻ ദാലാൻ എന്ന് പറഞ്ഞാൽ സിറ്റ് ഔട്ട്, പിന്നെ ടാണ്ട് ടാണ്ട് എന്ന് പറഞ്ഞാൽ ഷെൽഫ്, കമര മുറി, മുണ്ടേർ എന്ന് പറഞ്ഞാൽ പാരപ്പറ്റ്. അടുത്തത് ക്യാ സംജേ നീച്ചെ ലിഖേ വാക്യോं का मतलब बताओ. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളുടെ അർത്ഥം പറയണം. സാം പാസ് കി ചാടി മേ ഗായബ് ഹോ ഗയാ. പാമ്പ് അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് മറഞ്ഞുപോയി. സാം പാസ് കി ജാടി മേ ചലാ ഗയ. അതിനർത്ഥം എന്താണ്? പാമ്പ് അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് പോയി, അങ്ങോട്ട് ഇഴഞ്ഞു പോയി. വ ചട്ട് മുझे गोद में उठाकर भागे. വ ജൽദി സെ മുझे गोद में लेकर भागे. അദ്ദേഹം പെട്ടെന്ന് തന്നെ എന്നെ എടുത്തിട്ട് ഓടിപ്പോയി. അബ് ബച്ച ഖത്തറെ സെ ബാഹർ ഹെ. അബ് ബച്ച ടീക്ക് ഹെ ഉസെ കോയി ഖത്തറ നഹീ ഹെ. അതായത് ഇപ്പോൾ കുട്ടി സുഖം പ്രാപിച്ചിരിക്കുന്നു, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. നാനാനെ ഉസ്കെ ലിയെ ബഹുത് സി ചീസെ भेंट में भेजी. നാനാനെ ഉസ്കെ ലിയെ ബഹുത് സി ചീസെ ഉപഹാർ में भेजी. നാന അദ്ദേഹത്തിന് വളരെയധികം സാധനങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുത്തയച്ചു. അത് കേസെ കഹാ. अलग अलग निशानों से पता चलता है कि बात कैसे कही गई होगी. പല പല ചിഹ്നങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. अब नीचे लिखे वाक्यों में सही निशान लगाओ. अब इन्हें बोलकर देखो. ഈ ചിഹ്നത്തിന് എന്താണ് പറയുന്നത്? പൂർണ്ണവിരാം. ഇതോ വിസ്മയാദി ബോധക് ചിഹ്ൻ. ഇത് പ്രശ്നവാചക് ചിഹ്ൻ. നാനി ചീ കുടി സാമ്പ്. ഇവിടെ ഏത് ചിഹ്നമാണ് കൊടുക്കേണ്ടത്? നാനി ചീ കുടി സാമ്പ്, വിസ്മയാദി ബോധക് ചിഹ്ൻ. സാമ്പ് ധീരെ ധീരെ രേംഗ് രഹാ താ. ഇവിടെ പൂർണ്ണവിരാം. ക്യാ തും ബാസാർ ചലോഗി. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക്, പ്രശ്നവാചക് ചിഹ്ൻ. ചുപ് ചാപ് बैठो हिलना डुलना मत. पूर्णविराम. तुम्हें यह कहानी कैसी लगी? പ്രശ്നവാചക് ചിഹ്ൻ. അഹാ കിതനി മീട്ടി ഹെ. അഹാ കഴിഞ്ഞിട്ട് വിസ്മയാദി ബോധക് ചിഹ്ൻ, കിതനി മീട്ടി ഹെ കഴിഞ്ഞിട്ട് പൂർണ്ണവിരാം. ഇതേതാണ് പൂർണ്ണവിരാം? ഇത് വിസ്മയാദി ബോധക് ചിഹ്ൻ, ഇത് പ്രശ്നവാചക് ചിഹ്ൻ. അടുത്തത് ക്യാ കഹോഗെ. തും ലഡ്കെ കോ ക്യാ കഹോഗെ കാരൺ ദേക്കർ ബതാവോ. നിങ്ങൾ കുട്ടിയെ എന്താണ് വിളിക്കുക? നിഡർ, നാദാൻ, ഹോഷിയാർ, ശരാർത്തി, ഡർപോക്, ഷർമീല. അവന് പേടിത്തൊണ്ടനായിരുന്നു, പാവമായിരുന്നു, വികൃതിയുള്ളവനായിരുന്നു, നാണമുള്ളവനായിരുന്നു, എങ്ങനെയുള്ളവനായിരുന്നു? അവന് പേടിയില്ലായിരുന്നു അല്ലേ? അവന് പാമ്പ് ഈ ചിരട്ടയ്ക്കകത്തേക്ക് കയറിയപ്പോൾ അതിനെ ഒരു കല്ല് വെച്ചടിച്ച് അവൻ അതും എടുത്ത് നാനിയുടെ അടുത്തേക്ക് ഓടിപ്പോയി. പേടിയുമില്ലായിരുന്നു, കുട്ടിക്ക് ഒന്നും അറിയില്ലായിരുന്നു. പാമ്പ് കടിക്കും, വിഷമുള്ളതാണ് എന്നൊന്നും അവനറിയില്ലായിരുന്നു. അപ്പോൾ നിഡറുമാണ്, നാദാനും ആണ്. ഇത് ദോ ദോ ബാർ. സാപ് ധീരെ ധീരെ രേംഗ് രഹാ താ. പാമ്പ് മെല്ലെ മെല്ലെ ഇഴയുകയായിരുന്നു. യഹാ ധീരെ ശബ്ദ കാ ദോ ബാർ ഇസ്തേമാൽ കിയാ ഗയാ ഹെ. ഇവിടെ ധീരെ എന്ന വാക്ക് 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ऐसे ही और कुछ शब्द लिखो और उनसे वाक्य बनाओ. വേറെ ഏതൊക്കെ വാക്കുകൾ നമുക്ക് എഴുതാം? ചൽത്തെ ചൽത്തെ. വ ചൽത്തെ ചൽത്തെ ഗിർ ഗയ എന്നെഴുതാം. പീछे पीछे. तुम मेरे पीछे पीछे कब आए. ആകെ ആകെ എന്നെഴുതാം. വ ആകെ ആകെ ഭാഗ് രഹാ താ. ഭാഗ് ഭാഗ്. ഭാഗ് ഭാഗ് കർ കാം കിയാ കരോ. മോട്ടെ മോട്ടെ. യഹാ ബഡേ മോട്ടെ മോട്ടെ മച്ഛർ ഹെ എന്നെഴുതാം. അത് ഭൂൽ ഭുലയ്യ. ഈ കുട്ടിക്ക് അവൻ്റെ നാനിയുടെ അടുത്തേക്ക് എത്താനുള്ള വഴി നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ഇതിലെ പോകാം, ഇതിലേ പോയിട്ട് ഇതിലേ ഇങ്ങനെ പോയിട്ട് ഇവിടെ നാനിയുടെ അടുത്ത് എത്താം. അടുത്തത് ക്യാ തും ജാൻതേ ഹോ. നിങ്ങൾക്കറിയാമോ? സാമ്പ് അപ്നാ ഭോജൻ ചബാത്തെ നഹീ ഹെ, വേ ഭോജൻ സാബൂത് നിഗൽത്തെ ഹെ.
പാമ്പ് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്നില്ല, അവ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. സാംപ് കഭി ബഡ്ന ബന്ദ് നഹി കർത്തെ. പാമ്പ് വളരുന്നത് നിർത്തുന്നില്ല, വളർന്നുകൊണ്ടേയിരിക്കുന്നു. സാംപ് നാക് സെ നഹി സൂങ്ക്തെ. പാമ്പ് മൂക്കുകൊണ്ട് മണക്കുന്നില്ല. സൂങ്ക്നെ കെ ലിയെ സാംപ് ജീഭ് കാ ഇസ്തേമാൽ കർത്തെ ഹെ. അത് മണമറിയാൻ വേണ്ടിയിട്ട് നാവാണ് ഉപയോഗിക്കുന്നത്. സാംപ് കെ കാൻ നഹി ഹോത്തെ, ഇസ്ലിയെ സാംപ് ബീൻ കി ധുൻ സുൻകർ നഹി നാച്ച് സക്ത. वास्तव में वह बीन बजाने वाले सपेरे से डरकर अपना फन फैला लेता है और लोग समझते हैं वह झूम रहा है. ശരിക്കും പാമ്പിന് ചെവി ഉണ്ടാകില്ലെന്നാണ് പറയുന്നത്. അത് പാമ്പാട്ടിയെ പേടിച്ചിട്ടാണ് അതിൻ്റെ പത്തി ഇളക്കുന്നത്. ആളുകൾ വിചാരിക്കുന്നത് മ്യൂസിക് കേട്ടിട്ട് അത് ആടുകയാണെന്നാണ്. സാംപ് ദൂത് നഹി പീത്തെ. പാമ്പ് പാല് കുടിക്കുന്നില്ല. കുച്ച് സപേരെ സാംപ് കോ ജബർദസ്തി ദൂത് പിലാത്തെ ഹെ പർ ഇസ് സാംപ് മർ ബി സക്ത ഹെ. ചില പാമ്പാട്ടികൾ നിർബന്ധിപ്പിച്ച് പാമ്പിന് പാല് കൊടുക്കാറുണ്ട്, പക്ഷേ ഇതുകൊണ്ട് പാമ്പിൻ്റെ മരണം വരെ സംഭവിക്കാം. ഭാരത് മേ ലഗ്ഭഗ് 50 तरह के സാംപ് സഹരീലേ ഹെ. ഇന്ത്യയിൽ ഏകദേശം 50 തരത്തിലുള്ള പാമ്പുകൾ വിഷമുള്ളതാണ്. പർ സിർഫ് 4 സാംപോं के जहर से आदमी को खतरा होता है. പക്ഷേ 4 തരത്തിലുള്ള പാമ്പുകളുടെ വിഷം കൊണ്ട് മാത്രമാണ് ആളുകൾക്ക് അപകടമുണ്ടാവുന്നത്. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് ഈ ചാപ്റ്ററും അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ മനസ്സിലാക്കാം.